ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ പറഞ്ഞാലും വീഡിയോ നിങ്ങൾ എപ്പോഴൊക്കെ കാണുന്നതെന്ന് അറിയില്ല. സോ എനിവേസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തേതൊരു ഡേ ഇൻ മൈ ലൈഫാണ്. മോർണിംഗ് ഇപ്പോൾ ഈ പ്രഗ്നൻ്റ് ആയതിനു ശേഷം നേരത്തെ എണീക്കലൊക്കെ വളരെ കുറവാണ്. എന്നാൽ ചില സമയത്ത് എനിക്ക് ഒട്ടും ഉറക്കം കിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ദിവസമാണ് കേട്ടോ ഇന്ന് ഇടയ്ക്കിടയ്ക്ക് കുറേ എണീറ്റു, ഉറക്കമൊക്കെ മിസ്, ഇടയ്ക്ക് കറണ്ടൊക്കെ പോയി. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നേരത്തെ എഴുന്നേക്കാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, നേരത്തെ എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കാമെന്ന് മാത്രം. അപ്പോൾ ഇവരെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, ഉറങ്ങിക്കോട്ടെ. ഓക്കെ, പയ്യെ ഒരു ചായയൊക്കെ കുടിച്ച് ഓഫീസിൽ പോകാനായിട്ട് റെഡി ആവണം. ഇപ്പോൾ ആക്ച്വലി എനിക്ക് ഗെറ്റിംഗ് റെഡി ഇസ് നോട്ട് എ ബിഗ് ടാസ്ക്. കാരണം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ന്യൂട്രിഡേമിൻ്റെ അൾട്ടിമേറ്റ് ഹൈഡ്രേറ്റിംഗ് ക്രീമാണ്. അതിനൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഇതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അത് ഞാൻ അപ്ലൈ ചെയ്ത് തന്നെ കാണിച്ചു തരാം. ന്യൂട്രിഡേമിൻ്റെ അപ്ഗ്രേഡ് ചെയ്ത മോയ്സ്ചറൈസിങ് ലോഷൻ ആണ് കേട്ടോ ഇത്. അതേപോലെ മുൻപ് എൻ്റെ ഒത്തിരി വീഡിയോസിൽ നിങ്ങൾ ഈ പ്രൊഡക്റ്റ് കണ്ടിട്ടുണ്ടാവും. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. സ്കിന്നിലൊക്കെ അബ്സോർബ് ചെയ്യാനാണെങ്കിലും വളരെ ഈസിയാണ്. കാരണം നല്ലൊരു നാച്ചുറൽ ഗ്ലോ തരുന്ന ഒരു മോയ്സ്ചറൈസറാണ്. ഇപ്പോൾ പ്രഗ്നൻസി പീരീഡ് ആയതുകൊണ്ട് തന്നെ എനിക്കൊരു നോൺ ഗ്രീസി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റും വേണം. വേറെ മേക്കപ്പ് പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഇതുപോലെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് സ്കിന്നിൽ അബ്സോർബ് ചെയ്യുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ ഈ ന്യൂട്രിഡേമിൻ്റെ. അതും എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആണ്. വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിലുള്ള ഇൻഗ്രീഡിയൻസ്, ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ വൈറ്റമിൻ ഇയും റൈസ് പൗഡറും സോഡിയം PCയും ഫോർ ലോങ് പീരീഡ് ഓഫ് ടൈമിലേക്കുള്ള നമ്മുടെ ഹൈഡ്രേഷനും സ്കിൻ ഹെൽത്തി ആയിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല, ഇനി വേറൊരു സൺസ്ക്രീനും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇതിൽ തന്നെ ടൈറ്റാനിയം ഡയോക്സൈഡ് ഉള്ളതുകൊണ്ട് UV റേസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനും പൊല്യൂഷനിൽ നിന്നൊക്കെ നമ്മൾ സേഫ് ആക്കി വെക്കാനും, പ്രത്യേകിച്ച് ഇതുപോലെ ഞാൻ ഓഫീസിൽ പോകുമ്പോൾ ഈ ഒരു ഒറ്റ പ്രൊഡക്റ്റ് മതി കേട്ടോ. സോ യു ക്യാൻ പർച്ചേസ് ദിസ് പ്രൊഡക്റ്റ് ഫ്രം ന്യൂട്രിഡം ഇന്ത്യസ് ഒഫീഷ്യൽ വെബ്സൈറ്റ് in.nutridem.com ആൻഡ് ഐബീരിയ സ്കിൻ ബ്രാൻഡ്. കൂടാതെ പ്രൊഡക്ട്സ് ടാഗ് ചെയ്തും കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ഇപ്പോൾ ജസ്റ്റ് 2 minutes ആണ്. 2 minutes മേക്കപ്പ് പ്രൊഡക്ട്സ് അത് യൂസ് ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ട് വളരെ മിനിമലായിട്ടാണ്. ആകെ ജസ്റ്റ് ഒരു ഇത്തിരി ലിപ്സ്റ്റിക് ഇടും ആൻഡ് ഒരു മോയ്സ്ചറൈസർ. ഇത് രണ്ടാണ്. അതിപ്പോൾ നേരത്തെ നിങ്ങൾ കണ്ടല്ലോ, ഒരു ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസർ മാത്രമാണ് ഇപ്പോൾ കറൻ്റ്ലി ഞാൻ യൂസ് ചെയ്യുന്നത്. സ്കിന്നൊന്ന് മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കണമെന്ന് വെച്ചിട്ട്, അതും ഫേസിൽ. പിന്നെ ബാക്കി കാര്യങ്ങൾ അധികം ഞാനിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാറില്ല. ബേബിക്ക് അത് കുറച്ച് സൈഡ് എഫക്ട്സ് ഒന്നും ആവരുതെന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ ക്രീംസ് കാര്യങ്ങളൊന്നും യൂസ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ടൊന്നുമില്ല. അതുകൊണ്ട് ജസ്റ്റ് 2 minutesലാണ് എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ. ഇവിടെ ആസ് യൂഷ്വൽ 10 to 15 minutes ഡെയിലി. എന്റെ ടൈം വരും, 1 മാസം കൂടെ ഉള്ളു. വൃത്തിയുടെ അല്ല, മേക്കപ്പിന്റെ കാര്യം പറയണേ. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഫുഡ് കഴിച്ചു. ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ മോർണിംഗ് റൊട്ടീൻ എന്ന് പറയാനായിട്ട്. ഇനിയിപ്പോൾ അക്കാഡമി ചെല്ലണം. സോ ഫയർ ഫൈറ്റിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്ന് കുറച്ച് ക്ലാസ്സസ് പോവാനുണ്ട്. സോ is the one who's taking care of it. ലാസ്റ്റ് ക്ലാസ് ആണ് എൻ്റെ ലാസ്റ്റ് ക്ലാസ് ഈ വർഷത്തെ. സോ ജോയിനിങ്ങിന്റെ ടൈം ഓൾമോസ്റ്റ് ആവാറായിരിക്കുന്നു. ഇന്നോ നാളെ വെച്ചിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. എനി വിച്ച് മീൻസ് ഞാൻ എന്തായാലും പ്രിപ്പയർ ആയി കഴിഞ്ഞു. എല്ലാം ഇനി ബാക്കി വിശേഷങ്ങൾ. അങ്ങനെ അക്കാഡമി എത്തി. അവിടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഉച്ചയ്ക്ക് ഒരു 12:30 വരെയൊക്കെയാണ് കേട്ടോ നമ്മുടെ അക്കാഡമിയിലുള്ള ക്ലാസ്സുകൾ ഇപ്പോഴത്തെ ഷെഡ്യൂൾ അനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം വെച്ചാൽ ഭയങ്കര ആഗ്രഹം വാവയ്ക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് വാങ്ങിക്കാൻ ഷോപ്പിൽ കയറി. സാധാരണ പെട്ടെന്ന് ഇവിടെ നിർത്തി, അപ്പൊ അതേക്ക് ബ്രേക്ക്. ഈ കണ്ട സാഹസം വേറെ ഒന്നിനുമല്ല, ആള് പോകുന്ന കാരണം കൊണ്ട് ബൈക്ക് സേഫ് ആയിട്ട് അകത്തേക്ക് വെക്കുന്നതാണ്.
എന്തായാലും നിധി പോയി കഴിഞ്ഞാൽ ഈ ഒരു ബൈക്ക് എടുത്ത് യൂസ് ചെയ്യാൻ പാകത്തിന് ഇവിടെ ആരുമില്ല. യൂസ് ചെയ്യാനായിട്ട് ആൾക്കും പേഴ്സണലി ഇഷ്ടമല്ല. പൊതുവേ ബൈക്ക് പ്രേമികളൊക്കെ അവരവരുടെ സ്വന്തം വണ്ടി വേറെ ആർക്കും കൊടുക്കില്ല എന്ന് പറയില്ലേ, അതേ ഒരു ഇത് തന്നെ കേട്ടോ. അപ്പോൾ അത് സൂക്ഷിച്ച് തുടച്ച് എന്താ പറയുക, വരുന്ന വരെ വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് വണ്ടി നശിച്ചു പോകരുതെന്നുള്ളൊരാഗ്രഹമുണ്ട്. മഴയും വെയിലും കൊള്ളരുത്, അത് വേറൊരു കൺസേൺ. അപ്പോൾ ഇത്രയൊക്കെ കാരണം ഉള്ളത് കൊണ്ടാണ് ആൾ വീടിൻ്റെ അകത്ത് തന്നെ എടുത്ത് വെച്ചിട്ട് പോകാമെന്ന് പറഞ്ഞത്. അപ്പോൾ അപ്പൂസിനെ ഒന്ന് കാണിച്ചു കൊടുക്കേണ്ട, ഇടയ്ക്ക് സ്റ്റാർട്ട് ചെയ്ത് വെക്കാനൊക്കെ ആയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. അങ്ങനെ സക്സസ്ഫുള്ളി പോകുന്നതിൻ്റെ ഭാഗമായിട്ട് വണ്ടിയും ഭദ്രമാക്കി അകത്ത് വെച്ചു. സോ നൈറ്റ് സ്കിൻ കെയർ എന്ന് പറയാനും പ്രത്യേകിച്ച് ഒന്നുമില്ല. ഐ ജസ്റ്റ് യൂസ് എ ലിപ് ബാം ആൻഡ് സെയിം മോയ്സ്ചറൈസർ, നമ്മുടെ ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസറും കുറച്ച് യൂസ് ചെയ്യും. ഇത് രണ്ടുമാണ് എൻ്റെ നൈറ്റ് സ്കിൻ കെയർ എന്ന് പറയുന്നത്. വാവ വരാൻ പോകുന്നുണ്ട്. വാവയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു വാർഡ്രോബും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ഫുൾ ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ സെറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യം പണ്ടൊക്കെ നമ്മളുടെ കാരണവന്മാരൊക്കെ ഇങ്ങനെ പറയില്ലേ, അങ്ങനെ ഒരുപാട് ഇങ്ങനെ ഐറ്റംസ് ഒന്നും ആദ്യമേ വാങ്ങി വെക്കരുത് ഇല്ലേ ചാ, പറയാറില്ലേ? പറയാറുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും നാളും ഒന്നും ചെയ്യാണ്ടിരുന്നത്. സോ നമ്മളിപ്പോൾ 8 monthsലേക്ക് ആയതുകൊണ്ട് ഞാൻ ഓർത്തു ഇനിയിപ്പോൾ പയ്യെ പയ്യെ ഓരോന്ന് വാങ്ങി വെക്കാന്ന്. അത് മാത്രമല്ല, പിന്നെ ഞാൻ ഉണ്ടാവില്ലല്ലോ. പിന്നെ പോയി അങ്ങനെയല്ല, പിന്നീട് പോയി വാങ്ങാനൊക്കെ പിന്നെ ഒറ്റയ്ക്കാവും. എന്നാലും ഈ വാർഡ്രോബ് കംപ്ലീറ്റ് ആയതൊന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് കുറച്ച് പ്രൊഡക്റ്റ് മാത്രം കേട്ടോ. പിന്നെ എൻ്റെ ഹോസ്പിറ്റൽ ബാഗിലേക്കുള്ള ഐറ്റംസും അങ്ങനെയൊക്കെ ആയിട്ട് അത്യാവശ്യം കുറച്ച് ഐറ്റംസ് വാങ്ങി ഫില്ല് ചെയ്തു. ഇത് നെറ്റ് ബെഡ്, പിന്നെ അതുപോലെ ക്യാരി ബെഡ്, പിന്നെ എന്തായിരുന്നു വെച്ചാൽ ഇതിനകത്ത് ബാഗ്, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഇങ്ങനെ മേളിൽ റാക്കിൽ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ടവൽസും അവരുടെ റോംപേഴ്സും പിന്നെ ജബ്ല അങ്ങനെയൊക്കെയല്ലേ പറയാം, എനിക്കൊന്നും അറിയില്ല കേട്ടോ. പിന്നെ കുഞ്ഞ് ഷോഷ്. പിന്നെ ഇതാണ് ഞാൻ ഇന്ന് രാവിലെ നിങ്ങൾ ആ ചെറിയൊരു ക്ലിപ്പ് കണ്ടല്ലോ വാവയ്ക്ക് വാങ്ങുന്നത്, അതിൽ വാങ്ങി വെച്ച 2 items ആണിത്. ഇത് മാത്രമല്ല കേട്ടോ, ഒരു കുഞ്ഞു വാവ, ഇതൊന്നും കളിക്കാറാവില്ല. അത് പോയിട്ട് വരുമ്പോഴത്തേനും കൊച്ചിനെ 1 വയസ്സാവും, അപ്പം കളിക്കാൻ എടുക്കും. അന്നേരം നീ വേറെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുമല്ലോ, വെറുതെ വാങ്ങിയത്. പിന്നെ വാവയ്ക്ക് വീഡിയോസൊക്കെ ഇൻ ഫ്യൂച്ചറിൽ വാവ വലുതായി കാണുമ്പോൾ എൻ്റെ അപ്പൻ ഇതൊക്കെ ജനിക്കുന്നതിന് മുന്നേ വാങ്ങി തന്നു. അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ മൂവ്മെൻ്റ് അല്ലേ, എനിക്കറിയാം. പിന്നെ സൗണ്ട് നല്ല രസമുണ്ട്. ഞാൻ സൗണ്ട് കേട്ടിട്ട് ഒരു നോർമൽ ഇങ്ങനത്തെ കിൽക്കട്ടത്തിൻ്റെ പോലെയല്ല ഇത്. അത് നമ്മളുടെ ഒരു ഇതില്ലേ വെച്ചാൽ അങ്ങനെ മറ്റേ നേപ്പാളിലൊക്കെ പോകുമ്പോ മറ്റേ ഇങ്ങനെ ചെമ്പല്ലല്ലോ, അങ്ങനത്തെ പാത്രത്തിൽ പറയുന്നത്, അങ്ങനത്തെ ഒരു സൗണ്ട് നല്ല രസമുണ്ട്. ഇതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇത് കുഞ്ഞ് വരുന്നതിന് മുന്നേ ഞങ്ങൾ പ്രിപ്പയർ ചെയ്തു എന്നൊക്കെ, ഞങ്ങൾ ബേബിക്ക് വേണ്ടിയിട്ട്. പക്ഷെ ഇത് ഗേളിന് വേണ്ടിയിട്ടുള്ളൊരു പാവയാണ്, എന്നാലും നമുക്ക് ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ ചായ വാങ്ങിയത് കേട്ടോ, ഇതൊക്കെ ചായൻ്റെ സെലക്ഷനാണ്. ആൻഡ് വൺ മോർ ഈസ് ഹിയർ ഓൺ ടോപ്പ് ഓഫ് ദിസ്. ഇതൊരു സൈക്കിളാണ്. ഇതൊക്കെ ഇപ്പോഴേ വാങ്ങിയ, ഇതിപ്പോഴല്ല, വാവ വരുന്നതിന് മുന്നേ ആള് കൊണ്ടുവന്നു നമുക്ക്. പിന്നെ വേറൊരു സാധനം ഉണ്ട് ഇതിനകത്തൊരു മെയിൻ ഐറ്റം, പക്ഷെ അത് ഞാനിപ്പോൾ പറയില്ല. അത് എൻ്റെ ചാനലിലുള്ളവർ വാവ വന്നതിന് ശേഷം ഞാൻ മമ്മിയുടെ ഒരു മമ്മി മാനിഫെസ്റ്റ് ചെയ്ത് വെച്ച പോലെയാവല്ലേ, അതുകൊണ്ട് ഞാനതിപ്പോൾ കാണിക്കുന്നില്ല. ഇത് ജസ്റ്റ് വളയകാപ്പിന് എൻ്റെ സ്റ്റുഡൻസ് എനിക്ക് തന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പറാണ്. അപ്പം ഇതിനകത്ത് തന്നെ ഞാൻ വളയക്കാപ്പിൻ്റെ വളയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ ഒരു മിനിറ്റ്, ഇങ്ങനെ നിവർത്താൻ വയ്യാത്തോണ്ടോ.
വളയക്കാപ്പിൻ്റെ കോമ്പ്, മിറർ, അവരെനിക്ക് തന്നൊരു നോട്ട്, ഇതൊക്കെ ഞാനിങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഗിഫ്റ്റൊക്കെ ഇങ്ങനെ പ്രിസർവ് ചെയ്ത് വെക്കില്ലേ. അപ്പോൾ വാവ വലുതായൊക്കെ കഴിയുമ്പോൾ 7th മന്തിന് എനിക്ക് സ്റ്റുഡൻസ് തന്നൊരു ഗിഫ്റ്റ്, അവരിത് കാണുന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. ഞാനത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അത് വാവയുടെ വാർഡ്രോബിൽ തന്നെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തോട്ട് തന്നെ വെക്കുന്നത് എൻ്റെ ഒരു ശീലമായിപ്പോയി, അതുകൊണ്ടാണ്. ഓക്കെ, ഇതിൽ ഫുൾ ടോയ്സും അങ്ങനെയുള്ള ഐറ്റംസ് മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ. പിന്നെ ഇത് എനിക്കുള്ള മെറ്റേണിറ്റി വെയർ. ഹോസ്പിറ്റൽ പോകുന്ന ടൈമിൽ മമ്മിക്ക് ഒരുപാട് ഇനി കൺഫ്യൂഷൻ വേണ്ട, ഇനി ഞാൻ എണീക്കാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ളൊരു, എനിക്ക് എടുക്കാനുള്ള കപ്പാസിറ്റി ഇപ്പോഴും ഞാൻ ബ്രീത്ത് ചെയ്യുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ കുറച്ച് ഡിസ്പോസിബിൾ പാൻറ്റീസ് അങ്ങനെയുള്ള ഐറ്റംസ്, പാഡ്, അതൊക്കെ ഡ്രസ്സ്, അണ്ടർവെയർസ്, ഇതൊക്കെ ഞാൻ ഒരു ഇതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊന്നും വാഷ് ചെയ്യാതെയാണ് വെച്ചിരിക്കുന്നത്, കാരണം ആ ഒരു ടൈമിനോട് എടുക്കുമ്പോൾ എല്ലാം വാഷ് ചെയ്ത് ബാഗിലേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇപ്പോൾ ഞാനിങ്ങനെ തുറക്കുമ്പോൾ ഇൻ കേസ് ഒന്നുമില്ലാത്തതൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കാണാൻ പറ്റുമല്ലോ, അപ്പോൾ ഇരുന്ന് ഓർഡർ ചെയ്ത് ഇത് ഫില്ലാക്കിയിട്ട് ബാഗിലേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. പിന്നെ ഇതിൽ കുറച്ച് ബേബി പ്രൊഡക്ട്സ് ആണ്, നാപ്കിൻസ്, വെറ്റ് വൈപ്സ്, ബഡ്സ് അങ്ങനെയുള്ളത്. പിന്നെ ഏറ്റവും താഴെ എൻ്റെ ഒരു ഡോറ ഇരിപ്പുണ്ട്. ഡോറേനെ എനിക്ക് ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്ക് ഇച്ചാൻ ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. അന്ന് വീട്ടിലേക്ക് ഇച്ചാൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ അതിന് ഇപ്പോഴും ഒരു കുഴപ്പമില്ല. ഞാൻ കുവൈറ്റിൽ പോയപ്പോഴും എനിക്ക് ബാഗിൽ പാക്ക് ചെയ്ത് തന്നു വിട്ടു. അതിനുശേഷം എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയില്ല. ഈ അടുത്താണ് എനിക്ക് സംഭവം എൻ്റെ കയ്യിലേക്ക് കിട്ടുന്നത്. അതേപോലെ ഞാൻ അലമാരിയിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ടർക്കി സംഭവങ്ങളൊക്കെ. അപ്പം ഇതിൻ്റെ ഒരു കുറച്ച് തിരക്കിലായിരുന്നു ആക്ച്വലി ഈവനിങ്. എനിക്കിതൊക്കെ സെറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ അതിന് കിട്ടിയൊരു ഡേ ആയതുകൊണ്ട് ഞാൻ സെറ്റ് ചെയ്യുന്ന ടൈമിൽ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഒന്നും ഇത് എടുത്തിട്ടില്ല. എന്നാൽ ഇങ്ങനെ കണ്ടല്ലോ, ഇതായിരുന്നു എൻ്റെ ഒരു സ്മോൾ ഹാപ്പിനെസ്, ആ ഒരു ഹാപ്പി മൊമെൻറ്റ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഡെയിലി ഞാൻ എന്താ ഇവിടെ നിന്ന് എണീക്കും, ഈ അൽമാര കാണും, വാർഡ്രോബ് കാണും, സന്തോഷമാവും. ഇതാണ് ഇപ്പോൾ മെയിൻ പരിപാടി. എന്തൊക്കെ ഇല്ല, എന്തൊക്കെ വാങ്ങണം, എന്തൊക്കെ ഇല്ല, എന്തൊക്കെ വാങ്ങണം. ബട്ട് ഐ വിൽ മിസ് യു. നിങ്ങളല്ല, എൻ്റെ കെട്ടിയാൻ പറയലുണ്ട് ക്യാമറമാൻ. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അടുത്ത വീഡിയോയിൽ പാക്കിംഗ് ആയിരിക്കും, കാരണം ദാ ഇവിടെ ഓൾമോസ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വീഡിയോ ഞാനിത് കഴിഞ്ഞിട്ട് എടുത്തുള്ളൂ എന്നൊക്കെ, കാരണം അത് കുറേ ഉണ്ട്. അതിനകത്ത് വെറൈറ്റി ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആളുടെ പുതിയ ചാനലിൽ, യൂട്യൂബ് ചാനലിൽ ഓൾറെഡി ഷോർട്സും കാര്യങ്ങളൊക്കെ താനിരുന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വെറൈറ്റി ഐറ്റംസ് ഒക്കെയാണ്. ഒരു സെയിലർ കൊണ്ടുപോകുന്ന ഐറ്റംസ് ഒക്കെ കണ്ട് നിങ്ങൾ വിചാരിക്കുന്നത് എന്തൊക്കെ ഇവൻ കൊണ്ടുപോകുന്നതെന്ന്. അങ്ങനത്തെ ഐറ്റംസ് ആണ് ഇത് നിറച്ച്. ആരും സഞ്ചരിക്കാത്ത വഴികൾ, അതല്ലേ? അപ്പോൾ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം. പിന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ബൈ.